ബാർക്കോഴ കേസ് തുടരന്വേഷണം പരിഗണിക്കുന്ന ഹൈക്കോടതി ബെഞ്ചിൽ മാറ്റം. ജസ്റ്റിസ് സുധീന്ദ്രകുമാറിന് പകരം ജസ്റ്റിസ് കമാൽ പാഷ വാദം കേൾക്കും. നാളെയാണ് കേസ് പരിഗണിക്കുക. ഇടുക്കി സ്വദേശി സണ്ണി മാത്യു സമർപ്പിച്ച റിവിഷൻ ഹർജി ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാറാണ് പരിഗണിച്ചിരുന്നത്. ഹർജി പരിഗണിക്കവേ സർക്കാരിനെതിരെ കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. കെ എം മാണിക്ക് മുഖ്യമന്ത്രി തന്നെ ക്ലീൻ ചിറ്റ് നൽകിയ സാഹചര്യത്തിൽ ബാർക്കോഴ കേസിൽ വിജിലൻസ് തുടരന്വേഷണം നടത്തുന്നതിന് എന്ത് പ്രസക്തിയാണെന്ന് കോടതി ചോദിച്ചിരുന്നു. കേസ് CBIക്ക് വിടുന്നതാണ് ഉചിതമെന്നും ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ വാക്കാൽ നിരീക്ഷിച്ചിരുന്നു. കെ എം മാണി അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ട ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ റിവിഷൻ ഹർജിയിൽ അന്തിമവാദം കേൾക്കുന്നത് ഡിസംബർ 2 മാറ്റുകയായിരുന്നു. എന്നാൽ ഹർജി പരിഗണിക്കുന്നതിന്റെ തലേ ദിവസം ചീഫ് ജസ്റ്റിസ് ബെഞ്ച് മാറ്റത്തിന് നിർദ്ദേശിക്കുകയായിരുന്നു. സമാനമായ ഹർജി ജസ്റ്റിസ് കമാൽ പാഷ നേരത്തെ പരിഗണിച്ചിരുന്ന സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ ബെഞ്ച് മാറ്റത്തിന് നിർദ്ദേശിച്ചത്. KM ഉമേഷ്, കൊച്ചി. വർഗീയ പരാമർശത്തിൽ വെള്ളാപ്പള്ളിയെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ്. കുറ്റം ബോധ്യപ്പെട്ടാൽ ജാഥ തീരുന്നതുവരെ അറസ്റ്റിനു വേണ്ടി കാത്തിരിക്കില്ലെന്നും പോലീസ് പറഞ്ഞു. KPCC പ്രസിഡന്റ് VM സുധീരന്റെ പരാതിയിൽ ഇന്നലെയാണ് വെള്ളാപ്പള്ളിക്കെതിരെ ആലുവ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. വ്യത്യസ്ത മതങ്ങൾ തമ്മിൽ ശത്രുതാ മനോഭാവം വളർത്തണമെന്ന ഉദ്ദേശത്തോടെയും കരുതലോടെയും SNDP സമത്വ മുന്നേറ്റ ജാഥ ക്യാപ്റ്റനായ പ്രതി ഇക്കഴിഞ്ഞ 29-ന് ആലുവയിൽ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കേസെടുത്തതായാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. FIR ആലുവ കോടതിയിൽ സമർപ്പിച്ചതോടെ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് അടുത്ത ദിവസം പരാതിക്കാരനായ KPCC പ്രസിഡന്റ് VM സുധീരന്റെ മൊഴിയെടുക്കും. ഇതിനു പുറമെ പോലീസിൽ പരാതി നൽകിയ TN പ്രതാപൻ MLA, കളമശ്ശേരി സ്വദേശി ഗിരീഷ് കുമാർ എന്നിവരുടെയും മൊഴിയെടുക്കും. ഇതോടൊപ്പം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസംഗത്തിന്റെ CD-യും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും. പ്രസംഗത്തിലെ പരാമർശങ്ങൾ 153A പ്രകാരം ഉള്ള കുറ്റത്തിന് കാരണമായോ എന്ന് നിയമവിദഗ്ധരുടെ സഹായത്തോടെ പോലീസ് പരിശോധിക്കും. വസ്തുതകൾ ബോധ്യപ്പെടുന്ന നിമിഷം വെള്ളാപ്പള്ളി നടേശന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശത്തിനെതിരെ കോഴിക്കോട് മാൻഹോൾ ദുരന്തത്തിൽപ്പെട്ട നൌഷാദിന്റെ കുടുംബം. നൌഷാദിനെതിരായ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വേദനിപ്പിക്കുന്നതാണെന്ന് നൌഷാദിന്റെ ഉമ്മ. വെള്ളാപ്പള്ളിയുടെ പ്രതികരണം അനാവശ്യമായി പോയെന്നും നൌഷാദിന്റെ കുടുംബം പീപ്പിൾ TVയോട് പ്രതികരിച്ചു. നൌഷാദിനെതിരെ വിവാദ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ച് വിവിധ നേതാക്കൾ രംഗത്തെത്തി. അതേസമയം വെള്ളാപ്പള്ളിയെ അനുകൂലിച്ച് BJP നേതാക്കൾ പ്രസ്താവന നടത്തി. വെള്ളാപ്പള്ളി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന നാക്കിനുടമയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിപ്പോയി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു തിരിച്ചറിവ് തന്നെയാണ്. പക്ഷേ ആദ്യമായിട്ടാണോ വെള്ളാപ്പള്ളി ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത്? നമ്മുടെ കേരളത്തിൽ ദീർഘകാലമായി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന നാക്കിൻ്റെ ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത്. വെള്ളാപ്പള്ളി RSSന്റെ കളിപ്പാവയെന്ന് സ്വാമി അഗ്നിവേശ് പറഞ്ഞു. അതേസമയം നൌഷാദിനെതിരായ പ്രസ്താവനയിൽ വെള്ളാപ്പള്ളിയെ പിന്തുണച്ച് BJP രംഗത്തെത്തി. നൌഷാദിന്റെ പേരിനെ ദുരുപയോഗപ്പെടുത്താൻ സർക്കാരും ശ്രമിക്കരുത്, ആരും ശ്രമിക്കരുത്. ഞാൻ ആരെയും ന്യായീകരിക്കുന്നില്ല. വെള്ളാപ്പള്ളിയുടെ പരാമർശം നൌഷാദിനെതിരെയല്ല, സർക്കാരിനെതിരെയാണെന്ന് BJP ജനറൽ സെക്രട്ടറി മുരളി റാവുവും പറഞ്ഞു. I don't think it should be seen as against that person. Here you have to see the government is under scrutiny. It is not the person who has sacrificed under the scrutiny. This you have to understand. Today it has appeared to one religion. Tomorrow it may appear to some even Dalit and non-Dalit or a particular caste, this caste or that caste. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിച്ച് കാഞ്ചനമാല. രക്ഷാപ്രവർത്തനത്തിനിടെ മരണപ്പെട്ട നൌഷാദിന്റെ വീട് സന്ദർശിക്കവെയാണ് വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ കാഞ്ചനമാല രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ബാർക്കോഴ കേസിൽ K. ബാബുവിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു. ലൈസൻസ് ഫീ കൂട്ടാനുള്ള തീരുമാനം മന്ത്രിസഭായോഗത്തെ മറികടന്നാണെന്നുള്ള തരത്തിലുള്ള രേഖകളും പീപ്പിളിന് ലഭിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി MR സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, എന്തൊക്കെയാണ് ബാബുവിനെതിരായി പുതുതായി വന്നിരിക്കുന്ന തെളിവുകൾ? സ്വാമി, ബാർ ലൈസൻസ് ഫീസ് 23 നിജപ്പെടുത്താനുള്ള തീരുമാനമെടുത്തത് മന്ത്രിസഭയാണെന്നായിരുന്നു എക്സൈസ് മന്ത്രി K. ബാബുവിന്റെ വാദം. എന്നാൽ ഇക്കാര്യം തെറ്റാണ്. മന്ത്രിസഭയല്ല ഇതിൽ തീരുമാനമെടുത്തതെന്ന് തെളിയിക്കുന്ന മന്ത്രിസഭാ രേഖകളാണ് പീപ്പിൾ TVക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. തീരുമാനമെടുത്തത് എക്സൈസ് വകുപ്പായിരുന്നു. ഫെബ്രുവരി 15-നാണ് ഈ തീരുമാനമെടുത്തത്. പിന്നീട് ഇക്കാര്യം മന്ത്രിസഭാ യോഗത്തിൽ വരുന്നത് 1.5 മാസത്തിന് ശേഷമാണ്. ഏപ്രിൽ 30-ാം തീയതി ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യം പരിഗണിക്കുന്നത്. എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ തീരുമാനമെടുത്ത് സർക്കാർ ഉത്തരവും ഇറങ്ങിയതിനു ശേഷമാണ് മന്ത്രിസഭ ഇക്കാര്യം പരിഗണിക്കുന്നത്. ഇതിൽ എക്സൈസ് വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായതിനാൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു, പിന്നീട് മന്ത്രിസഭയുടെ തീരുമാനം എടുക്കാം എന്ന തരത്തിൽ. അതായത് എക്സൈസ് വകുപ്പാണ്
ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. നേരത്തെ ഇതിൽ ഈ വിഷയം വിവാദമായപ്പോൾ കെ ബാബു പറഞ്ഞിരുന്നത്, കഴിഞ്ഞ ദിവസം നിയമസഭയിലും കെ ബാബു ആവർത്തിച്ചത് മന്ത്രിസഭ ചേർന്നെടുത്ത തീരുമാനമാണ്, എക്സൈസ് വകുപ്പിന്റെതല്ല. എന്നാൽ എക്സൈസ് വകുപ്പിന്റെ തീരുമാനം എന്ന നിലയിലാണ് ഇപ്പോൾ ഉത്തരവ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ എക്സൈസ് കമ്മീഷണർ നൽകിയ ശുപാർശ 25 ലക്ഷം ആക്കണമെന്നായിരുന്നു. അത് 23 ലക്ഷമായി കുറവ് വരുത്തിയത് എക്സൈസ് വകുപ്പ് മന്ത്രി ഏകപക്ഷീയമായിട്ടാണെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. ബാറുടമകൾക്ക് അനുകൂലമായി കെ ബാബു തീരുമാനമെടുത്തതിന്റെ മന്ത്രിസഭാ രേഖകളാണ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചിട്ടുള്ളത്. ടോമി. MR സജേഷാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ബാർക്കോഴ കേസിൽ മാണിക്കും ബാബുവിനും ഇരട്ട നീതിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ബാബു കോൺഗ്രസുകാരനായതുകൊണ്ടാണോ കേസെടുക്കാത്തതെന്നും കോടിയേരി ചോദിച്ചു. LDF തൃപ്പൂണിത്തുറയിൽ പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി. എന്ത് ചെയ്യാനാണ് ലളിതകുമാരി വന്നുപോയില്ലേ? അപ്പൊ പഴയതുപോലെ അല്ലല്ലോ, ലളിതകുമാരി ഇല്ലേ എന്നാണ് ഞാനോട് ചോദിച്ചത്. കേസെടുക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് മാണിക്കെതിരെ കേസെടുത്തത്. തെളിവൊന്നും ഉണ്ടായിട്ടെടുത്തതല്ല. എന്നാലും ലളിതകുമാരി സുപ്രീം കോടതി ആ മാണി വന്നപ്പോ ഒരു ലളിതകുമാരി വരികയും ഇപ്പോഴത്തെ ലളിതകുമാരി എവിടെ പോയി? ബാബുവിനെ കണ്ടപ്പോ ലളിതകുമാരി ഓടിപ്പോയി. ബാബുവിന്റെ മുമ്പിൽ ലളിതകുമാരി പോലും വളച്ചു. ബാബുവിന്റെ പേരിൽ അത് ബാധകമല്ല, മാണിക്ക് മാത്രം ബാധകമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ബാബുവിന്റെ പേരിൽ ഉയർന്നുവന്ന ആരോപണം അന്വേഷിച്ചില്ല. പ്രശസ്ത കൂടിയാട്ട കലാകാരി മാർഗി സതി അന്തരിച്ചു. 50 വയസ്സായിരുന്നു. RCCയിൽ അർബുദരോഗത്തിന് ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. സിഡിയുടെ കാഴ്ചപ്പാടിലൂടെ രാമായണ കഥയെ കാണുന്ന ശ്രീരാമചരിതം അടക്കമുള്ള നിരവധി കൂടിയാട്ടങ്ങൾ സതിയുടെ സംഭാവനയാണ്. മൃതദേഹം കരമനയിലെ വീട്ടിലേക്ക് കൊണ്ടുവരും. നോട്ടം എന്ന സിനിമയ്ക്ക് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഭർത്താവ് സുബ്രഹ്മണ്യം പോറ്റി ഷോക്കേറ്റ് മരിച്ചിരുന്നു. ഇടയ്ക്ക് കലാകാരൻ ദേവനാരായണൻ, രേവതി എന്നിവർ മക്കളാണ്. സംസ്കാരം നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കരമന ബ്രാഹ്മണ ശ്മശാനത്തിൽ നടക്കും. ജീവിതത്തിന്റെ കൂത്തരങ്ങിലെന്നും ദുരന്ത കഥാപാത്രങ്ങളുടെ വേഷം കെട്ടിയാടാനായിരുന്നു മാർഗി സതിക്ക് യോഗം. വൈദ്യുതാഘാതമായി എത്തിയ മരണമാദ്യം ഭർത്താവ് സുബ്രഹ്മണ്യം പോറ്റിയെ തട്ടിയെടുത്തു. പിന്നാലെ അച്ഛനും ഭർത്തൃപിതാവും യാത്രയായി. രംഗബോധമില്ലാത്ത മരണങ്ങളുടെ തുടർച്ചയായ കടന്നുവരവിലും സതി കലയെ മുറുകെ പിടിച്ചു. കണ്ണകിയായും സീതയായും ശൂർപ്പണകയായും അരങ്ങിൽ നിറഞ്ഞാടി. കലാമണ്ഡലത്തിൽ അമ്മന്നൂർ മാധവ ചാക്യാരന്റെ ശിഷ്യയായി തുടങ്ങിയ സതി മാർഗി സതിയായത് തിരുവനന്തപുരത്തെ മാർഗിയിലെത്തിയപ്പോഴായിരുന്നു. സീതയുടെ കാഴ്ചപ്പാടിൽ നങ്ങേരമ്മയായി നിറഞ്ഞാടിയ ശ്രീരാമചരിതവും കണ്ണകിയുടെ രൗദ്രതയെ ആവാഹിച്ച കണ്ണകീചരിതവും കണ്ടവർ മാർഗി സതിയെ മറക്കില്ല. കൂടിയാട്ടത്തിന്റെ പെൺപര്യായമായിരുന്നു കാലങ്ങളായി മാർഗി സതി. നങ്ങേരമ്മക്കൂത്തിനെ ലോകപ്രശസ്തിയിലെത്തിച്ചിട്ടാണ് മാർഗി സതി ജീവിതത്തിലെ തന്റെ ചമയങ്ങൾ അഴിച്ചുവെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സോളാർ സാമ്പത്തിക ഇടപാടിൽ 3 MLA-മാർക്ക് പങ്കുള്ളതായി ബിജു രാധാകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. ഹൈബി ഈഡൻ, മോൻസ് ജോസഫ്, PC വിഷ്ണുനാഥ് എന്നിവർക്കാണ് പങ്ക്. ടീം സോളാറിന്റെ 20% ലാഭവിഹിതം ഇവർ കൈപ്പറ്റിയെന്നും ബിജു രാധാകൃഷ്ണൻ വെളിപ്പെടുത്തി. സോളാർ കേസിൽ PC വിഷ്ണുനാഥിനും ഹൈബി ഈഡനും മോൻസ് ജോസഫിനും പങ്കുണ്ടെന്ന ബിജു രാധാകൃഷ്ണന്റെ ആരോപണം ഗൗരവമുള്ളതെന്നും അന്വേഷിക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ. സോളാർ കമ്മീഷൻ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. ആയിരക്കണക്കിന് കോടി രൂപ തട്ടിയെടുക്കാൻ വേണ്ടി നടന്ന ആസൂത്രിതമായ തട്ടിപ്പായിരുന്നു സോളാർ കുംഭകോണം. അത് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിക്ക് അദ്ദേഹം എടുത്ത നിലപാടുകൾ തെറ്റായിരുന്നു എന്ന് ഈ കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെടുകയും, പക്ഷെ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ അനുവദിക്കാതെ സോളാർ കമ്മീഷൻ അന്വേഷണം നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ കമ്മീഷൻ തമ്മിൽ വന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ സോളാർ കമ്മീഷൻ ഒരിടക്കാല റിപ്പോർട്ട് കൊടുക്കാൻ സന്നദ്ധമാണ്. ഇതുവരെ വന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് നിഗമനത്തിലെത്തണമെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാതെ ഇപ്പോൾ നടന്നിടത്തോളം അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് നൽകി ഇടക്കാല റിപ്പോർട്ട് നൽകാനെങ്കിലും സോളാർ കമ്മീഷൻ സന്നദ്ധമാണ്. അങ്ങനെ വന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള നടപടികൾ ഗവൺമെന്റിനെ കൊണ്ട് സ്വീകരിപ്പിക്കാൻ സോളാർ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉള്ള അടിയന്തരമായ ഇടപെടൽ അത്യന്താപേക്ഷിതമായിരിക്കും.
രണ്ട് ചേരികളായി പ്രവർത്തിച്ചിരുന്ന വേൾഡ് മലയാളി കൗൺസിൽ ഇനി ഒറ്റ സംഘടനയായി പ്രവർത്തിക്കും. നീണ്ട 10 വർഷത്തെ ഭിന്നിപ്പിന് ശേഷമാണ് ഇരു കൂട്ടരും യോജിക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്ന ലയന സമ്മേളനം വിശ്വമലയാളി ദിനമായി ആചരിച്ചു. ആഗോള പ്രവാസികളുടെ സംഘടനയായ വേൾഡ് മലയാളി കൗൺസിലിൽ ചേരിതിരിഞ്ഞു നിന്ന രണ്ട് വിഭാഗങ്ങളാണ് ഒന്നായി ലയിച്ചത്. 6 ഭൂഖണ്ഡങ്ങളിലായി 57 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ 2 ചേരികൾ കഴിഞ്ഞ 10 വർഷമായി പരസ്പരം മത്സരബുദ്ധിയോടെ പ്രവാസികൾക്കിടയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിച്ച് ഇനി മുതൽ ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ ഐക്യം എത്ര നാൾ തുടരുമെന്നറിയില്ലെങ്കിലും എല്ലാ ഭാവുകങ്ങളും നേരുന്നുവെന്ന് മുഖ്യമന്ത്രി ലയന സമ്മേളനത്തിൽ പറഞ്ഞത് സദസ്സിൽ ചിരി പടർത്തി. എല്ലാ വർഷവും വിശ്വമലയാളി ഐക്യദിനം ഒരു ദിവസം ആചരിക്കണമെന്നുള്ളത്. എത്ര നാൾ നിങ്ങളുടെ ഐക്യം നിൽക്കും നിങ്ങളുടെ ഐക്യത്തോടുകൂടി നിന്നാൽ ഞങ്ങൾ സന്തോഷത്തോടെ ഐക്യദിനം ആഘോഷിക്കും. വിശ്വമലയാളികളുടെ ഐക്യ സമ്മേളനത്തിന് മുഖ്യമന്ത്രി തിരിതെളിച്ചു. സംഘടനയുടെ ഐക്യ സന്ദേശം സദസ്സിൽ വായിച്ചു. മന്ത്രിമാരായ KC ജോസഫ്, രമേശ് ചെന്നിത്തല, CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, മുൻ ഗവർണർ MM ജേക്കബ്, ഡോക്ടർ D ബാബു പോൾ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് വിമതൻ PK രാഗേഷ് പിന്തുണ പിൻവലിച്ചതോടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ UDF ആധിപത്യം നേടി. എന്നാൽ വിമതന്റെ തിരിച്ചുവരവ് കണ്ണൂർ കോൺഗ്രസിലെ സുധാകരനേറ്റ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് കണ്ണൂരിലെ ഗ്രൂപ്പ് പോര് രൂക്ഷമാക്കും വിധമുള്ള പ്രതികരണമാണ് A ഗ്രൂപ്പിൽ നിന്ന് ഉയരുന്നത്. തീർത്ഥാടന കാലം ആരംഭിച്ച് 2 ആഴ്ചകൾ പിന്നിടുമ്പോൾ സന്നിധാനത്ത് ഭക്തജന തിരക്കും കൂടി വരികയാണ്. തീർത്ഥാടകർക്ക് സുഖദർശനം വാഗ്ദാനം ചെയ്യുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നടപ്പിലാക്കാൻ ദേവസ്വം അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മണിക്കൂറുകളോളം ക്യൂവിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഭക്തജനങ്ങൾ ദർശനം നടത്തിയത്. ഈ തീർത്ഥാടന കാലം ആരംഭിച്ചതിനു ശേഷം ഇന്നലെയാണ് സന്നിധാനത്ത് ഏറ്റവും കൂടുതൽ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടത്. ചാറ്റൽ മഴയത്ത് മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് മലകയറിയാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ളവർ അയ്യപ്പ സന്നിധിയിലെത്തിയത്. ദീർഘനേരം ക്യൂവിൽ നിന്ന് കുഞ്ഞുങ്ങൾ ദാഹജലം പോലും കിട്ടാതെ വലഞ്ഞു. മല കയറുന്നതിനേക്കാൾ കാഠിന്യമായിരുന്നു ബാരിക്കേഡിനുള്ളിലാക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ അവസ്ഥ. ബാരിക്കേഡിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാനാവാതെ കുഞ്ഞു മാളികപ്പുറങ്ങളും മണികണ്ഠന്മാരും വലഞ്ഞു. അധിക നേരം ക്യൂവിൽ നിന്ന് വലയുന്നവർക്ക് ദാഹജലവും ബിസ്ക്കറ്റും നൽകുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നെങ്കിലും പ്രാവർത്തികമായില്ല. മഴയിൽ നിന്നും രക്ഷപ്പെട്ട നടപ്പന്തലിലെത്തിയവരുടെയും അവസ്ഥ പരിതാപകരമായി. മഴയത്ത് പോലും താങ്ങാനാവാത്ത ചൂടാണ് നടപ്പന്തലിൽ. തീർത്ഥാടകർക്ക് താൽക്കാലിക ആശ്വാസം നൽകിയിരുന്ന ഫാനുകളെല്ലാം നടപ്പന്തലിൽ നിന്നും അപ്രത്യക്ഷമായി. തീർത്ഥാടന കാലം ആരംഭിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ടും ഇളക്കി മാറ്റിയ ഫാനുകൾ സ്ഥാപിക്കാൻ ഒരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. തീർത്ഥാടകർക്ക് സുഖദർശനം വാക്കാൽ ഉറപ്പാക്കുമ്പോൾ തന്നെ അത് പ്രാവർത്തികമാക്കാൻ കൂടി അധികൃതർ ശ്രദ്ധിക്കണം. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം VG മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം. ബാർക്കോഴ വിഷയത്തിൽ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബാർക്കോഴയിൽ മന്ത്രി ബാബുവിനെതിരെ തെളിവില്ലെന്നും പ്രതിപക്ഷം പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. അതേസമയം മന്ത്രി ബാബുവിനെ വെള്ളപൂശാനുള്ള ശ്രമമാണ് ആഭ്യന്തരമന്ത്രി നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. സംസ്ഥാനത്തെ വിലക്കയറ്റത്തിൽ സർക്കാരിന്റെ ഇടപെടൽ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 1930-ലെ ഭക്ഷ്യക്ഷാമത്തിന് തുല്യമാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് VS കുറ്റപ്പെടുത്തി. മന്ത്രിമാർക്ക് നൽകിയ കോഴപ്പണം സബ്സിഡിയായി നൽകിയിരുന്നെങ്കിൽ വിലക്കയറ്റം ഉണ്ടാകില്ലായിരുന്നുവെന്ന് C ദിവാകരൻ പറഞ്ഞു. എന്നാൽ വിലക്കയറ്റം അതിശയോക്തിപരമായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നതായി അനൂപ് ജേക്കബ് പറഞ്ഞു. ഇതിനിടെ ചോദ്യോത്തരവേള ആരംഭിക്കുന്നതിന് മുൻപ് ഭരണപക്ഷത്തു നിന്ന് അനാവശ്യ പരാമർശമുണ്ടായെന്ന് ആരോപിച്ച് സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ബാബുവിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനിടെയാണ് ഭരണപക്ഷത്തിന്റെ പരിഹാസമുണ്ടായത്. തുടർന്ന് 10 മിനിറ്റോളം വൈകിയാണ് ചോദ്യോത്തരവേള ആരംഭിച്ചത്.